നമുക്ക് നല്ലൊരു വാർത്ത കേൾക്കണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മളും ഈ സംപ്രേഷണം തുടരുന്നത്. വീണ്ടും എത്താം ഞാൻ ജിതിനിലേക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കുന്നതിനായി. ഇപ്പോൾ മനാഫ്, അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമയാണ് മനാഫ്. നമുക്കൊപ്പമുണ്ട്. മനാഫ്, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ഞാൻ ജിതിനോട് സംസാരിക്കുകയായിരുന്നു. ഈ വണ്ടിയുടെ GPS ഉപയോഗിച്ച് വണ്ടി എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി നദിയിലേക്ക് വീണിട്ടില്ല എന്നതൊക്കെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ മനാഫിന്? ഇതുവരെ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഉള്ള മാതിരിയല്ല ഇപ്പം നല്ല എന്താ പറയാ കാര്യങ്ങളും സ്പീഡാവുന്നുണ്ട്. അത് മലയാളികൾ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ഇത് ഈ സ്പീഡ് കിട്ടിയത്. നമ്മളെല്ലാരും ഒത്തുപിടിച്ചതിനോണ്ടാണ് ഇപ്പൊ ഇതിന് ഒരു ഇത് വന്നത്. തീർച്ചയായും മനാഫ് രാവിലെ പറഞ്ഞില്ലേ, രാവിലെ നമ്മുടെ സാനിയോട് പറഞ്ഞില്ലേ, അവിടെ മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് ഇടപെടുകയാണെങ്കിൽ വേഗം വെക്കുമെന്ന്. നമ്മൾ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്താനായി ശ്രമിച്ചു. മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അതെ, അതിന്റെ ഒരു ഇത് ഇവിടെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. നോക്കിയിട്ട് കാര്യമില്ല. ഹലോ, പിന്നെ ഇടക്ക് ലാൻഡ് ഒന്നും കൂടി സ്ലൈഡായി വരുന്നുണ്ട്. ഇതിന്റെ ഇടയിലായിട്ട് എല്ലാരും ഓടി വിടുന്നു. മനാഫ്, ഈ ലോറിയുടെ കാര്യം ഞാൻ നേരത്തെ ചോദിക്കായിരുന്നു. അപ്പോൾ മനാഫിന്റെ ഈ ലോറിക്കുള്ളിൽ എത്രത്തോളം ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഈ ഡ്രൈവേഴ്സ് ലോഡ് എടുക്കാൻ? ഭക്ഷണമുണ്ട്. ഉണ്ട്. 2-3 ദിവസത്തേക്കുള്ളത് കരുതൽ ഉണ്ടാകുമോ? ഉണ്ട്. അവനക്ക് അതിന്റെ ഉള്ളിൽ നടന്നെടുക്കാൻ കഴിയണതാണെന്നുണ്ടെങ്കിൽ ഭക്ഷണ സാധനം ഉണ്ട്, വണ്ടിയിലുണ്ട്. എന്തൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യാറ് സാധാരണ? എല്ലാ ഭക്ഷണ സാധനങ്ങളും. അർജുന ഭക്ഷണം ഉണ്ടാക്കണേൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. പ്രത്യേകിച്ച് നമ്മളെ വണ്ടി മൊത്തം കാട്ടിലാണ്, മരെടുക്കാൻ കാട്ടിലാ പോവുക. അപ്പൊ എന്താ പറയുക, തൊട്ടടുത്ത് ഹോട്ടലൊന്നും ഇല്ലാത്തതിനോണ്ട് വണ്ടിയിൽ എപ്പോഴും അത്യാവശ്യം ഭക്ഷണം സ്റ്റോക്ക് ഉണ്ടാവും. ഭക്ഷണ സാധനങ്ങളാണ് സ്റ്റോക്ക് ഉണ്ടാവുക. എനിക്ക് മനാഫുമായി സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കാരണം മനാഫിന് അർജുൻ അതിനുള്ളിൽ സുരക്ഷിതനായി ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. മനാഫിന് അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ തോന്നുന്നത് എന്താണ്? എന്തായാലും ഇങ്ങനെയുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം, ആ ഫോണ് രണ്ടാമത് റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ ഒരു പ്രതീക്ഷ അയക്കുന്നു. ഇവിടുത്തെ MLA-ക്കും എല്ലാവർക്കും. MLA-ന്റെ ഒരു മുൻകൈ എടുക്കലാണ് ഇതിന്. ഇപ്പം കൂടുതൽ പെട്ടെന്ന് തന്നെ വന്ന് എല്ലാതും JCB അതും ഇതൊക്കെ. ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചു എന്നാണ് ജിതിൻ പറഞ്ഞത്. ഈ ലോറി കിടക്കുന്ന ഒരു ഭാഗം ഏകദേശം തിരിച്ചറിഞ്ഞു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? മലന്റെ അതായത് മണ്ണ് വന്ന സ്ഥലത്ത് മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തണുപ്പുമാണ്, നല്ല മഴയാണ്. അതായത് മുകളിൽ ഈ മണ്ണ് ഒലിച്ചു വന്ന ഭാഗത്ത് മെറ്റൽ ഡിറ്റക്ടറുമായി അവർ കയറി പരിശോധിക്കുകയാണ്. പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര നേരമായി ഇവര് ഈ പരിശോധന തുടങ്ങിയിട്ട്? ഒരു ഭാഗത്ത് നിന്നാണോ അതോ ഏറ്റവും കൂടുതൽ മണ്ണിങ്ങനെ കൂമ്പാരം കിടക്കുന്നിടത്താണോ? ഇപ്പൊ വന്നിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. മണ്ണ് ഇങ്ങനെ കൂനയായി നിൽക്കുന്നത് ഞാൻ ആ ദൃശ്യങ്ങളെ കാണുന്നുള്ളൂ. അതെ, കൂനായിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം ഞങ്ങളെ ലോറിനേക്കാൾ ഹൈറ്റിലാണ് ആ മണ്ണുള്ളത്. അത് ഏകദേശം മധ്യഭാഗത്താണല്ലേ? വലത് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഏകദേശം മധ്യഭാഗത്താണ് ആ കൂന പോലെ കാണുന്നത്. അതെ, അവിടെ തന്നെയാണ് ഇത് ഏകദേശം ഇതായിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ മഴ ഭയങ്കരമായിട്ട് കൂടി. മഴ പെയ്യാണല്ലേ അവിടെ? എന്റെ അനിയനെ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ മലന്റെ മേലേക്ക്. മലയുടെ മുകളിലേക്ക് മനാഫിന്റെ അനിയൻ പോയിട്ടുണ്ട്. റെസ്ക്യൂ ടീമും എല്ലാരും കൂടി എന്തോ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. എത്ര ടൺ ഉണ്ടായിരുന്നു? എത്ര മരം ഉണ്ടായിരുന്നു അതില് ലോറിയില്? 40 ടൺ. അപ്പോൾ ആ ലോറി അവിടെ തന്നെ കിടക്കും, അതായത് തെന്നി നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. തെന്നി നീങ്ങാനുള്ള ചാൻസ് കുറവാണ്. മറ്റേ ഈ ടാങ്കറൊക്കെ തെന്നി പോകും. കാരണം എന്താ പറഞ്ഞാൽ ഓൾറെഡി അതൊരു ക്യാപ്സ്യൂൾ ടൈപ്പ് അല്ലേ? അതെ. നമുക്ക് മേഡം, ഞാൻ ഇവിടെ ഭയങ്കര കാറ്റും മഴയാണ്. ശരി. മനാഫ് അവിടെ സുരക്ഷിതനായിരിക്കും. മണ്ണൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. സൂക്ഷിച്ച് നിൽക്കണം. അതുകൊണ്ടാണ്. ശരി, വീണ്ടും വിളിക്കാം മനാഫ്. ലോറി ഉടമ മനാഫാണ് സംസാരിച്ചത്.